T-minus 10, 9, 8, 7, 6, 5, 3, 2, 1, 0, and liftoff. STO-107 എന്നത് നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ 113-ാം ദൗത്യമായിരുന്നു. എന്നാൽ അത് സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ അവസാനത്തെ ദൗത്യം കൂടിയായിരുന്നു. 2003 ഫെബ്രുവരി 1 വലിയൊരു ദുരന്ത വാർത്ത കേട്ടാണ് ലോകമുണർന്നത്. അന്നാണ് ലോകത്തെ നടുക്കിയ കൊളംബിയ ദുരന്തം സംഭവിച്ചത്. നാസയ്ക്ക് സംഭവിച്ച അശ്രദ്ധ അന്നില്ലാതാക്കിയത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന കൽപ്പന ചൗള അടക്കമുള്ള നാസയുടെ 7 ബഹിരാകാശ യാത്രികരെയായിരുന്നു. ഒരു ചെറിയ അശ്രദ്ധ പോലും ചിന്തയ്ക്കുമപ്പുറത്തെ ദുരന്തമാകുമെന്നതിന് ലോകം കണ്ട നേർസാക്ഷ്യം അതായിരുന്നു കൊളംബിയ ദുരന്തം. ഇനിയും ഒരുപാട് ചരിത്രം എഴുതി ചേർക്കാനുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആകാശത്തൊരു നക്ഷത്രം പോലെ മിന്നിമാഞ്ഞ ദിവസം, അതിസാഹസികതയുടെ നെറുകയിൽ ചുംബിച്ച ഒരു യുവ ശാസ്ത്രജ്ഞയുടെ അത്ഭുത കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള എന്ന കൊച്ചുമിടുക്കിയുടെ ജനനം. അച്ഛൻ ബനാർസി ലാൽ ചൗളയുടെ സ്വപ്നം മകളെ ഒരു ഡോക്ടറോ അധ്യാപികയോ ആക്കണമെന്നായിരുന്നു. എന്നാൽ ബാല്യകാലം മുതൽക്കേ പുസ്തകങ്ങളിൽ വിമാനങ്ങൾ വരച്ചിട്ട കൽപ്പന ഇനിയും മുകളിലേക്ക് സ്വപ്നം കാണട്ടെ എന്ന് അനുവാദം വാങ്ങിയ കൊച്ചുമിടുക്കി. കർണാലിലെ ടാഗോർ ബോൾ നികേതൻ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ചെന്നെത്തിയത് നാസയുടെ വാതിൽക്കലായിരുന്നു. അങ്ങനെ കൽപ്പന തന്റെ ബഹിരാകാശ സ്വപ്നത്തിന്റെ ആദ്യ വാതിൽ തുറന്നു. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ഏക പെൺകുട്ടിക്ക് ആകാശം മാത്രമായിരുന്നു മനസ്സിൽ. ഏറെ നാളത്തെ പരിശ്രമഫലമായി നാസയുടെ കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ ഇടം നേടാനുള്ള അവസരം വന്നു ചേർന്നപ്പോൾ ആഹ്ലാദിച്ചത് അമേരിക്ക മാത്രമായിരുന്നില്ല. കാരണം കൽപ്പന എഴുതി ചേർത്തത് ഒരു ചരിത്രമായിരുന്നു. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്രം. ആദ്യ ദൗത്യത്തിന് ശേഷം നാസ കൊളംബിയയെ വീണ്ടും പരീക്ഷിച്ചപ്പോൾ അതിലും കൽപ്പനയെ ഒപ്പം ചേർത്തത് അവരുടെ അടങ്ങാത്ത താല്പര്യവും ആത്മസമർപ്പണവും കൊണ്ടായിരുന്നു. പിന്നീട് 2003 ജനുവരി 16 കൽപ്പന 2ാം തവണയും ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. 6 പേർക്കൊപ്പമായിരുന്നു കൽപ്പനയുടെ 2ാമത്തെ ബഹിരാകാശ യാത്ര. ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു അവരുടെ ദൗത്യം. ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയത്. എന്നാൽ വിധി അവർക്കെതിരായിരുന്നു. സുപ്രധാനമായ ഈ ഗവേഷണത്തിൽ പങ്കാളികളായ നാസയുടെ ആ 7 ബഹിരാകാശ യാത്രികർക്ക് പിന്നീട് ഒരിക്കലും ബഹിരാകാശ യാത്ര നടത്താനായില്ല. ഇന്ത്യയുടെ ആകാശ കൽപ്പന നക്ഷത്രം കണക്കെ മിന്നിമാഞ്ഞു. അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഈറ്റില്ലമായ കെന്നഡി സ്പേസ് സെന്ററിൽ രാവിലെ തിരിച്ചെത്താനായിരുന്നു കൊളംബിയയുടെ ലക്ഷ്യം. എന്നാൽ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച് മുന്നോട്ട് ചലിക്കുന്നതിനിടെ കൊളംബിയയ്ക്ക് തീപിടിച്ചു. നിമിഷങ്ങൾക്കകം താൻ സ്വപ്നം കണ്ട ആകാശത്തു നിന്ന് തന്നെ ഒരു നക്ഷത്രം കണക്കെ കൽപ്പനയും സംഘവും മിന്നിമാഞ്ഞു. 2 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമായിരുന്നു അവരുടെ ആ യാത്ര. 2000 തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നിരുന്നുവെങ്കിലും കൊളംബിയയിൽ അടിക്കടി പിഴവുകൾ കണ്ടെത്തിയതിനാൽ ദൗത്യം നീണ്ടുപോവുകയായിരുന്നു. ചരിത്ര ദൗത്യത്തിന് ശേഷം 17 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാണ് കൽപ്പനയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. അത് അവസാന യാത്രയായി. വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. കൽപ്പന വരുത്തിവെച്ച ചില പിഴവുകളാണ് ദുരന്തത്തിന് കാരണമെന്ന ആരോപണം വന്നിരുന്നുവെങ്കിലും നാസ കൽപ്പനയെ അസാധാരണമായ ബഹിരാകാശ സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച് അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കൊളംബിയയുടെ ഇടതുചിറകിൽ സംഭവിച്ച തകരാറാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത്. താപകവചത്തിനും കേടുപാടുണ്ടായിരുന്നു. തിരിച്ചിറക്കത്തിനിടെ ഇടതുചിറകുകൾക്ക് തീപിടിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിഗോളമായി മാറുകയുമായിരുന്നു. ടെക്സസിന്റെ പല ഭാഗത്തും കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ പതിച്ചു.
പ്രദേശവാസികൾ ഉയർന്ന സ്ഫോടന ശബ്ദവും പുകയും ആകാശത്ത് കണ്ടു. കൽപ്പന ചൗളയുടെ ആദ്യ കൊളംബിയൻ ദൗത്യം 1997 2003 അവസാന ദൗത്യവും. ദുരന്തം സംഭവിക്കുമ്പോൾ 40 വയസ്സായിരുന്നു കൽപ്പനയ്ക്ക്. മരണശേഷം ഒട്ടേറെ ബഹുമതികളാണ് കൽപ്പനയെ തേടിയെത്തിയത്. US കോൺഗ്രസിന്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ, നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് എന്നിവയെല്ലാം കൽപ്പനയെ തേടിയെത്തിയ ബഹുമതികളായിരുന്നു. 2002 സെപ്റ്റംബർ 12 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മെറ്റ്സാറ്റ് 1 വിക്ഷേപിക്കപ്പെട്ടത്. പിന്നീട് കൽപ്പന 1 എന്ന പേരിൽ അറിയപ്പെട്ടു. കൽപ്പനയോടുള്ള ആദരസൂചകമായിരുന്നു ആ പുനർനാമകരണം. പ്രചോദനത്തിന്റെയും സ്ത്രീശക്തിയുടെയും നക്ഷത്രമായി കൽപ്പനയുടെ ഓർമ്മകൾ എന്നും ജ്വലിക്കും. ശാസ്ത്രത്തിന്റെയും സ്വപ്നങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും താരാപഥങ്ങൾ.